ഇനി കൊച്ചിയിൽ നടക്കുന്ന അമ്മ ജനറൽ ബോഡിയിൽ വൻ തർക്കമുണ്ടായിരിക്കുന്നൊരു വിവരം വരുന്നുണ്ട്. ഭരണസമിതി പിരിച്ചുവിടണം എന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. അംഗങ്ങൾ തമ്മിൽ പരസ്പരം തർക്കമുണ്ടായി. സംഘടനയുടെ പേര് ജനങ്ങൾക്ക് മുൻപിൽ ചീഞ്ഞളിഞ്ഞെന്നും പേര് ചീത്തയാക്കിയത് സംഘടനയിൽ തന്നെയുള്ളവരെന്നും ആരോപണമുയർന്നു. തർക്കത്തെ തുടർന്ന് വാർഷിക റിപ്പോർട്ട് പാസ്സാക്കാനായില്ല. നിതിൻ സേവ്യറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. നിതിൻ, തർക്കത്തിൽ നിന്ന് തർക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മയിലെ പ്രശ്നങ്ങൾ. അത് ചീഞ്ഞളിഞ്ഞ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നെന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. രാവിലെ തന്നെ നമ്മൾ വാർത്ത നൽകിയിരുന്നതാണ്. അതായത് അവിശ്വാസ പ്രമേയം ഒരു സംഘം ആളുകൾ, ഒരു വിഭാഗം ആളുകൾ അവതരിപ്പിക്കുന്നു. നിലവിലുള്ള ഭരണസമിതിയെ പിരിച്ചുവിടണം എന്നാണ് അവരുടെ ആവശ്യം. കാരണം ഈ നിലവിലുള്ള ഭരണസമിതി വന്നതിന് ശേഷം ഒന്നിനു പിറകെ ഒന്നായി വലിയ വിവാദങ്ങൾ വരുന്നു. അടുത്തിടെ വന്ന വിവാദങ്ങൾ അത് സംഘടനയുടെ പേരിന് വലിയ തോതിൽ നാണക്കേടുണ്ടാക്കുന്നു. അത് പോലീസ് സ്റ്റേഷനിലേക്കും കോടതി വരെ കയറുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ജനറൽ ബോഡി വിളിച്ചു ചേർക്കുന്നത്. ആ ജനറൽ ബോഡിക്ക് തന്നെ സാധുതയില്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. നോട്ടീസ് നൽകാതെ വിളിച്ചു ചേർത്ത ജനറൽ ബോഡി എങ്ങനെ അംഗീകരിക്കപ്പെടും എന്നവർ ചോദിക്കുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബൈലോ പ്രകാരം 21 ദിവസം മുൻപാണ് റിപ്പോർട്ട് അംഗങ്ങൾക്ക് നൽകേണ്ടത്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. പല അംഗങ്ങൾക്കും ഇപ്പോഴും അത് ലഭിച്ചിട്ടില്ല. ഇന്ന് രാവിലെ ഈ റിപ്പോർട്ട് ഈ ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ചു. പക്ഷേ അത് ഇതുവരെയും പാസ്സാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. റിപ്പോർട്ടിന്മേൽ വ്യക്തതയില്ല, പല കണക്കുകളിലും കൃത്യതയില്ല, അല്ലെങ്കിൽ ഒരുപാട് കാശികളുടെ കണക്കുകൾ വ്യക്തതയില്ലായ്മയുണ്ട് എന്നാണ് പറയുന്നത്. വലിയ തർക്കം അതിന്മേൽ നടക്കുന്നുണ്ട്. അംഗങ്ങൾ തമ്മിൽ വലിയ തോതിലുള്ള തർക്കം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സംഘടനയുടെ പേര് ജനങ്ങൾക്ക് മുമ്പിൽ ചീഞ്ഞളിയുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. അത് അങ്ങനെ ആകാൻ കാരണം അത് സംഘടനയ്ക്കുള്ളിൽ തന്നെ ഉള്ളവരാണെന്നും അവർ പറയുന്നുണ്ട്. വളരെ വൈകാരികമായാണ് അംഗങ്ങൾ പ്രതികരിക്കുന്നത്. ഏതായാലും നിലവിൽ ഈ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ചയടക്കം നടക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ, പ്രത്യേകിച്ച് അൻസിബയ്ക്കെതിരെയുള്ള നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചർച്ച കടക്കാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല. മോഹൻലാൽ ഇവിടെ എത്തിയിരുന്നു. മോഹൻലാൽ ഇതിൽ സംസാരിച്ചിട്ടുണ്ട്. മോഹൻലാൽ വളരെ വൈകാരികമായാണ് സംസാരിച്ചത്. പ്രത്യേകിച്ച് ഒരുപാട് പേർ ചേർന്ന് ഈ സിനിമാ മേഖലയിലുള്ള മുതിർന്നവർക്കടക്കം സഹായങ്ങൾ കിട്ടാനായി നിർമ്മിച്ച ഒരു സംഘടന, ആ സംഘടനയെ നശിപ്പിക്കരുതെന്നാണ് മോഹൻലാൽ അടക്കമുള്ളവരുടെ ആവശ്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുതിർന്ന താരങ്ങളിൽ അല്ലെങ്കിൽ നായക നടന്മാരിൽ മോഹൻലാൽ, ബിജു മേനോൻ എന്നിവരൊഴികെ മറ്റാരും ഈ മീറ്റിംഗിന്, ഈ യോഗത്തിന് എത്തിയിട്ടില്ല. യുവതാരങ്ങൾ ആരും തന്നെ എത്തിയിട്ടില്ല. പൃഥ്വിരാജോ അല്ലെങ്കിൽ ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ, അങ്ങനെ ടൊവിനോ തോമസ്, അങ്ങനെ ഒരു യുവതാരവും ഈ സംഘടനയുടെ മീറ്റിംഗിന് എത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും ഈ യോഗം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഒരുപക്ഷെ ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ അവിശ്വാസ പ്രമേയം പാസ്സാകുമോ അല്ലെങ്കിൽ ഈ നിലവിൽ ഉള്ള ഭരണസമിതി തുടരുമോ എന്ന കാര്യത്തിലേക്ക് ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട്. ഏതായാലും വലിയ തർക്കം ഈ ജനറൽ ബോഡിയിൽ നടക്കുന്നുണ്ടെന്നതാണ് വാസ്തവം. ഒരു പരിഹാരം കണ്ടെത്തുന്ന എന്നുള്ള രീതിയിലൊക്കെയുള്ള ചേരുന്ന യോഗം, പക്ഷേ അതിലിപ്പോൾ വീണ്ടും അത് വലിയ തർക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിലിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, യുവതാരങ്ങൾ പങ്കെടുക്കുന്നില്ല എന്നത് മനഃപൂർവ്വം വിട്ടുനിൽക്കുന്നതാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? അക്കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ താരങ്ങൾ വരാത്തതെന്ന്. നേരത്തെ പല താരങ്ങളും വന്നുകൊണ്ടിരുന്നതാണ്, എല്ലാ താരങ്ങളും വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ യുവതാരങ്ങൾ ആരും തന്നെ വന്നിട്ടില്ല. ഈ പ്രമുഖരായ അല്ലെങ്കിൽ നായക നടന്മാരായ യുവതാരങ്ങൾ ആരും ഈ സംഘടനയുടെ യോഗത്തിനെത്തില്ല. ഒപ്പം തന്നെ സീനിയർ താരങ്ങളിലും വളരെ ചുരുക്കം ചില താരങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത്. അതായത് നായക നടന്മാരിൽ ബിജു മേനോൻ അല്ലെങ്കിൽ മോഹൻലാൽ എന്നിവരൊഴികെ, അല്ലെങ്കിൽ സിദ്ദിഖിനെയും ജഗദീഷിനെയും പോലുള്ള, ഗണേഷ് കുമാറിനെ പോലുള്ള സീനിയർ താരങ്ങൾ ഒഴികെ മറ്റ് സീനിയർ താരങ്ങൾ, ഇപ്പോൾ നടിമാരുടെ കാര്യം എടുത്താലും അവിടെയും അങ്ങനെ തന്നെയാണ്. അവിടെ പ്രധാനപ്പെട്ട യുവ നടിമാരൊന്നും തന്നെ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മലയാള സിനിമയിൽ നിലവിൽ ആക്റ്റീവായി നിൽക്കുന്ന താരങ്ങളൊന്നും തന്നെ ഇതിലേക്ക് വന്നിട്ടില്ലെന്നാണ് ഏറെ ശ്രദ്ധേയം. മുൻപ് അഭിനയിച്ചുകൊണ്ടിരുന്ന, നിലവിൽ അത്ര സിനിമയിൽ ആക്റ്റീവ് അല്ലാത്ത കുറേയേറെ ആളുകളാണ് എത്തിയിട്ടുള്ളത്. ഒപ്പം ഇവർ സംഘടനയിൽ ഇന്ന് പങ്കെടുക്കുമെന്ന് ഉദ്ദേശിച്ചിരുന്നവരിൽ പകുതി ആളുകൾ പോലും എത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇന്ന് രാവിലെ ഈ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ടൊരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അതിൽ ചില ചോദ്യങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോട് ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇതിനായി ഒരു ഒപ്പ് ശേഖരണം അവർ നടത്തിയിരുന്നു. അത് അവതരിപ്പിക്കുകയും ചെയ്തു. എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഈ തർക്കം തീർക്കാത്തത്? സംഘടനയ്ക്കുള്ളിൽ തന്നെ തീർക്കേണ്ട തർക്കം എന്തുകൊണ്ടാണ് തീർക്കാത്തത്? അത് തീർക്കാത്തത് കൊണ്ടാണല്ലോ പുറത്തേക്ക് പോയതും ഇത്രയും വഷളായിരുന്ന കാര്യം അവർ ചോദിക്കുന്നുണ്ട്. 21 ദിവസം മുൻപ് എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിച്ചില്ല എന്നവർ ചോദിക്കുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ വർഷം സമർപ്പിച്ചിരുന്ന റിപ്പോർട്ട് അത് ജില്ലാ രജിസ്ട്രാറുടെ മുന്നിൽ ഹാജരാക്കി അനുമതി വാങ്ങിയിരുന്നു എന്ന കാര്യം അവർ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വരെ സൗജന്യമായി ലഭിച്ചിരുന്ന കൺവെൻഷൻ സെന്റർ മാറ്റി ഇത്തവണ 4.5 ലക്ഷം രൂപ നൽകിക്കൊണ്ട് എങ്ങനെയാണ് കൺവെൻഷൻ സെന്ററിൽ ജനറൽ ബോഡി നടത്തുക എന്ന് അവർ ചോദിക്കുന്നുണ്ട്. മദ്യം വിളമ്പി പാർട്ടി നടത്താൻ ആരാണ് അനുമതി നൽകിയ കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ അവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോട് ചോദിക്കുന്നുണ്ട്. നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടുന്നില്ല, നടപടിയെടുക്കുന്നില്ല, നിലപാട് സ്വീകരിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പറയുന്നത്. പ്രസിഡന്റ് കൃത്യമായ നടപടികൾ പറയുന്നില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റികളിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും അതിൽ കൃത്യമായ അന്വേഷണം നടത്തിയില്ല, നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ വലിയ തർക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഓക്കെ, നിതിൻ സേവ്യറാണ് വിശദാംശങ്ങൾ നൽകിയത്. ജനറൽ ബോഡി ചേർന്നിരുന്നു, പക്ഷെ അതിൽ വലിയ തർക്കത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത് എന്നുള്ളതാണ്. ഭരണസമിതി പിരിച്ചുവിടണം എന്നൊരു വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അംഗങ്ങൾ തമ്മിൽ പരസ്പര തർക്കങ്ങളടക്കം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. നിതിൻ സേവ്യറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.